വെൽക്കം ബാക്ക് ടു ഫ്ലേവേഴ്സ് ഓഫ് ശ്രുതീസ് വേൾഡ്. നവരാത്രിയുടെ 4ാമത്തെ ദിവസമായിട്ടുള്ള ഇന്ന് നമ്മുടെ നവരാത്രി സീരീസിൻ്റെ 5ാമത്തെ ദിവസമാണ്. അപ്പോൾ 4ാമത്തെ സുണ്ടലാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. പയറുവർഗ്ഗങ്ങൾ കൊണ്ടുള്ള ഓരോ സുണ്ടലാണ്. ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള സ്നാക്കാണ് ഈ സുണ്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഉണക്കപ്പയർ കൊണ്ടുള്ള സുണ്ടലാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കേട്ടോ. ഇനി നമുക്ക് കാണാം ഉണക്കപ്പയർ കൊണ്ടുള്ള സുണ്ടൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഉണക്കപ്പയർ 1/2 കപ്പ് വെള്ളത്തിൽ 2 മണിക്കൂർ കുതിർത്തെടുത്ത് വെച്ചിട്ടുള്ളതാണിത്. ഇനി നമുക്കിതൊരു പ്രഷർ കുക്കറിലേക്ക് മാറ്റി ആവശ്യത്തിന് വെള്ളം, ഒരു 1.5 കപ്പ് മുതൽ 2 കപ്പ് വരെ വെള്ളം ഒഴിച്ച് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് പ്രഷർ കുക്കർ ക്ലോസ് ചെയ്ത് ലോ ഫ്ലെയിമിലിട്ട് 2 വിസിൽ വരുന്നവരെ കുക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം കുക്കറിൻ്റെ പ്രഷർ പോയതിന് ശേഷം നമ്മുടെ ബാക്കിയുള്ള വെള്ളം ഉണ്ടെങ്കിൽ അത് അരിച്ച് പയർ മാത്രമായിട്ട് എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാനായിട്ട് വയ്ക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. കടുക് മുഴുവൻ പൊട്ടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് 1 ടീസ്പൂണോളം ഉഴുന്നും പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അടുത്തതായിട്ട് 1/4 ടീസ്പൂണോളം സാദാ ജീരകം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ഉണക്കമുളക് 1-2 എണ്ണം രണ്ടായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. കറിവേപ്പില 1 തണ്ടോളം കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇഞ്ചിയും പച്ചമുളകും ചതച്ചെടുത്തതോ അല്ലെങ്കിൽ ചെറുതായിട്ട് ചോപ്പ് ചെയ്തതോ 1 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയമാകുമ്പോഴേക്കും ഉഴുന്നും പരിപ്പ് റെഡ് കളറായിട്ടുണ്ടാവും. ഇനി 2 നുള്ള് കായം കൂടി ഇട്ട് കൊടുത്തൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് മാറ്റി വെച്ചിരുന്ന നമ്മുടെ ഉണക്കപ്പയർ ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് അതിലെ വെള്ളം വറ്റി വരുന്ന വരെ നമുക്കൊന്ന് വഴറ്റി കൊടുത്തുകൊണ്ട് കുക്ക് ചെയ്യാം. അപ്പോൾ വെള്ളം മുഴുവൻ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂണോളം നാളികേരം ചിരകിയത് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. 1-2 മിനിറ്റും കൂടി ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി സ്വിച്ച് ഓഫ് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാനായിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ഈ പയർ സുണ്ടൽ ഒരു സ്നാക്കായിട്ട് വെറുതെ കഴിക്കാൻ മാത്രമല്ല, ചോറിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ടും വിളമ്പാവുന്നതാണ്, തോരൻ പോലെയൊക്കെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. വീണ്ടും നാളെ വേറൊരു സുണ്ടൽ റെസിപ്പി ആയിട്ട് വരുന്നവരെ നിങ്ങളോട് ബായ് പറഞ്ഞു പോകുന്നു. നിങ്ങളുടെ സ്വന്തം ശ്രുതി മകേഷ്.